എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പാട്ടിഷ്ടായോ? ശരിക്കും യാദൃശ്ചികം എന്ന് പറയുന്നൊരു വാക്ക് ഈ സിനിമയിൽ വളരെയധികം ഇഴചേർന്ന് നിൽക്കുന്നൊരു വിഷയമാണ്. നിമിത്തം, ഈശ്വരാധീനം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഞാൻ സത്യത്തിൽ ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്ന് ഞാൻ എപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക. കാര്യം ഒരു ട്രെയിൻ യാത്രയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കൊങ്കൺ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. കുറച്ച് നേരം ഒരു സ്പീഡിൽ തന്നെ പോവുക. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ട്രെയിൻ നമുക്കൊരു താളം തരും, നമുക്കൊരു ശ്രുതി തരും. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ആ സമയത്ത് പറ്റില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, റേഞ്ച് ഉണ്ടായിരിക്കില്ല, ഒന്നുമില്ല. അപ്പോൾ കുടിച്ചു വെച്ച ഒരു ഗ്ലാസ് ചായയുടെ ഒരു കപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു, പോക്കറ്റിലൊരു പേനയുണ്ടായിരുന്നു. അതിലെഴുതി കൂട്ടി വെച്ച ഒരു 4 വരി, 4 8 വരി, എത്ര ഉള്ളൂ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. കൊങ്കൺ റിലീസ് കഴിഞ്ഞ് എത്തേണ്ട സ്ഥലത്തെത്തി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പേപ്പർ നമ്മളെ സ്വഭാവം ഉണ്ടല്ലോ, എടുത്ത് കളയുന്ന പോലെ എടുത്ത് കളഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചൊരു ഓർമ്മയില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ ആകെ ഒരു വട്ടം മാത്രമേ എഴുതിയിട്ടുള്ള ഈ പാട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോകേണ്ടി വരും. ആ 4 8 വരി. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വരി പോയിട്ട് ഒരു വാക്ക് പോലും പിന്നെ കിട്ടുന്നില്ല. തമിഴില് തീരെ വശമില്ല തന്നെ പറയാം. അങ്ങനെയുള്ള ഒരാൾ ഞാൻ തമിഴിലൊരു പാട്ട് എഴുതുകയാണ്. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ട്രെയിൻ യാത്രയ്ക്ക് ഇടയിൽ വെച്ചിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള അടുത്തൊരു 8 വരി, 8 16 വരിയാണ് ഈ പാട്ടിനാ കൂടി ഉള്ളത്. ഇവിടെ വന്നപ്പോൾ ആ കഷ്ണം പേപ്പർ ഇതുവരെ ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്യാനിരിക്കുമ്പോഴായാലും റീ റെക്കോർഡ് ചെയ്യുന്ന സമയത്തായാലും എപ്പോഴും ഞാൻ എവിടെ അത് എഴുതി വെച്ച് നോക്കി പാടിയിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അവർക്കൊക്കെ കുഴപ്പമില്ല, നല്ല ഈണായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എന്താ കുഴപ്പമില്ല എന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മളെ സജീവേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഞാനൊരു ദിവസം പോയിട്ട് വെറുതെ ഒരു ശ്രുതി വെച്ചു കൊടുത്തിട്ട് ആ ശ്രുതിയിൽ റെക്കോർഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഞാൻ സജീവേട്ടനോട് ആ കൂടി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ട്രെയിനിന്റെ ബീറ്റ്, ഇങ്ങനെ ഒരു ബീറ്റ്, ഇത് മാത്രമേ എനിക്കൊരു ക്യൂ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ പാട്ട് ഒന്നും കൂടി വീട്ടിൽ പോയിട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിന്തിച്ചറിയാം കേട്ടോ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം ആ ട്രെയിനിന്റെ ശബ്ദമായിരിക്കും. നിങ്ങളത് ഇനി രണ്ടാമത്തെ ആവർത്തി കേൾക്കുമ്പോൾ ഞാനതാണ് എനിക്കിപ്പോൾ സംസാരിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടുള്ള ഒരു അഡ്രസ്സൊന്നും ഇല്ല. അപ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഒരു അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അതിൽ അഡ്രസ്സ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാം, ഈ പാട്ടൊന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കണം. പിന്നെ പറയാലോ, സജീവേട്ടൻ അതിനൊരു ജീവൻ കൊടുത്തു.